ഹലോ. മാമി ഉറങ്ങിയായിരുന്നാ? ഹലോ. ഹലോ, കേൾക്കാടാ. ഉറങ്ങിയൊന്നുമില്ല. എങ്ങനെ ഉറങ്ങും? നീ വിളിച്ചിട്ട് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഉറങ്ങാനുള്ള ഒരു മയക്കത്തിൽ വന്നിട്ട് നീ എന്നെ വിളിച്ചു. നീ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചത് എങ്ങനെ ഉറങ്ങും? എന്താ നീ ഈ ടൈമായിട്ട് ഉറങ്ങാത്ത? ഉറക്കം വന്നില്ല. ഞാനെന്നെ മാമി വിളിച്ച് ചോദിക്കാന്നായിരുന്നു. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കോൺഫിഡന്റ് ആയ? വണ്ടി ഓടിച്ച് തെളിയാറായി. ഞാൻ തെളിയാവുന്ന എനിക്ക് ഡൗട്ട്. നീ വണ്ടി ഓടിച്ച് തെളിയോ എന്നൊരു സംശയം. കോൺഫിഡൻസ് ഒക്കെ ആയി. അതെന്താ മാമി അങ്ങനെ പറഞ്ഞ? നിങ്ങള് മുള്ളും മുടി വെച്ചുള്ള വാക്കുകളൊക്കെ പറയുന്നല്ലേ? എന്ത് കാര്യം പറ. ഏയ്, അതൊന്നും നല്ലടാ. ഞാൻ വെറുതെ പറഞ്ഞത്. ഇത് പിന്നെടാ, നീ ഇന്നലെ ഞാൻ ഇത്തിരി ആക്സിലേറ്റർ കൂട്ടിയെന്ന് കാണിച്ച് ഞാൻ നിന്റെ മാമന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ സൂക്ഷിച്ചിരുന്നോ? മാമൻ വിളിക്കും നിന്നെ. അതങ്ങനെയല്ല മാമി, നമ്മള് വണ്ടി വെച്ച് പിടിപ്പിക്കാൻ ചോദിക്കും. ഇത് എന്താണ് പറയുന്നത്? നമ്മള് അറിയാതെ വന്നു. നമ്മള് ആക്സിലേറ്റർ ഒരുപാട് കൂടി പോയി നമ്മള് വീണ് പോകും. മാമി മൂന്നാല് വട്ടം ചെയ്തതല്ലേ? ഞാൻ അപ്പോഴത്തെ അറിയാതെ ചെയ്തതാണ്. മാമന്റെ അടുത്തൊന്നും പറയല്ലേ, മാമൻ പിന്നെ എന്നോട് പറയും. ഇല്ലടാ, മാമന്റെ അടുത്തൊന്നും ഞാൻ പറയത്തുന്നത്. ഞാൻ നിന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. വേദന മാറിയില്ലെങ്കിൽ നീ എനിക്ക് വന്ന് കയ്യിലോട്ട് തടവി തരേണ്ടി വരും. അത് ഞാൻ പറഞ്ഞേക്കാം. നീ നാളെ എനിക്ക് വേദന കുറവില്ലെങ്കിൽ നാളെ വീട്ടിലോട്ട് വരണ്ടേ. എന്നിട്ട് എന്നെ കൂട്ട് നല്ല രീതിയിൽ തടവി സെറ്റ് ആക്കി തന്നിട്ടാണ് പോവാൻ. എടാ, പിന്നെ ഞാൻ എന്റെ ഇത്തിരി കാര്യം ചെയ്യാൻ പറഞ്ഞത്. എടാ, ഇന്നലെ നമ്മൾ അതിലേ പോയപ്പോഴത്തേക്ക് മറ്റേ സുനിലെ കണ്ടില്ലേ? ഒരു ചേച്ചി നടന്നു പോയപ്പോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ഇവരെ മറ്റേ അവരുടെ റിലേഷനെ കുറിച്ചൊക്കെ ഓർമ്മയില്ലേ നിനക്ക്? ആ സമയത്ത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ് അത് കുറച്ച് കഴിഞ്ഞ് എന്നിട്ടൊന്നും ഒരു അനക്കവും ഇല്ലായിരുന്നില്ല. മെനങ്ങാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ നിന്റെ ചെറുക്കൻ തട്ടി കാര്യമൊക്കെ. പിന്നെ അതിനുശേഷം ചെറുക്കന്റെ അനക്കവും ഇല്ല, ആവും ഇല്ല. എന്ത് പറ്റി? ആ സുനിതയുടെ കഥ ബാക്കി പറയാന്നുള്ളേ, ഞാൻ പറയാമേ. അത് മാമിയില് പറഞ്ഞു. അങ്ങനെയാണ് അവര് ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എന്റെ ബാക്കിലോട്ട് അങ്ങ് സെറ്റ് ആയിരുന്നു. ഇങ്ങനെ മാമീനെ വഴക്ക് പറഞ്ഞത്. അതുകൊണ്ട് അയ്യേ, അതൊന്നും വിഷയമില്ലടാ. നീ എന്തിനാ അതിനൊക്കെ വിഷയിക്കുന്നത്? അതൊന്നും വിഷയമൊന്നുമില്ല. പിന്നെ നീ ഇനിയിപ്പോ നാളെ വരുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞോ? അങ്ങനെ ഒന്നുമില്ല. നീ എന്തിനാ നാണിക്കുന്നത്? നീ വെറുതെ ടെൻഷനാവേ നാണിക്കൊന്നും വേണ്ട. നീ എന്ത് ചെറുക്കനല്ലേ, പിന്നെന്താ? അങ്ങനെയൊക്കെ എത്തി തട്ടിയെന്ന് പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ലടാ. നിങ്ങളെ പ്രായം അതല്ലേ. എന്തിനാണ് നമ്മളെ പ്രധാനമന്ത്രി നമ്മളോട് ഈ പിന്നെ ഈ പ്ലേറ്റ് മുട്ടാനും ഈ ലൈറ്റ് കത്തിക്കാനെല്ലാം പറഞ്ഞു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചൂട്ട് കത്തിക്കാനെല്ലാം എന്തിനാ പറഞ്ഞിന്? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു 10 പൈസേൻ്റെ ബോധം ഉണ്ടായി ഈ പറയുന്ന വിജേഷനോ ഓൻ്റെ ചങ്ങായിമാർക്കോ? എന്നാൽ അറിയുന്നവരോട് ചോദിക്കുക കൃത്യമായിട്ട് എന്തെന്നാണ് അതിൻ്റെ അവസ്ഥ, എന്തിനാ അത് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞുതരേ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രധാനമന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് പ്ലേറ്റ് കൊട്ടാൻ. എന്തിനാണ് ആ പ്ലേറ്റ് കൊട്ടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ഈ പ്ലേറ്റ്, ഈ സാധനം, ഈ കൊറോണ എന്ന് പറയുന്ന ജീവിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ? ഇല്ലല്ലോ. അത് എന്ന് പറയുന്നത് ഒരു ജീവിയാണത്. അതിന് ചെവിയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ നേർത്ത കർണപടമുള്ള ചെവിയാണ്. കർണപടത്തിനെ പറ്റി സ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചില്ല കർണപടം എന്നാണ്. അപ്പം അങ്ങനെ കർണപടമുള്ള ഒരു ജീവിയായിരിക്കും, അത്രയും നേരത്തെ കർണപടം. അപ്പം നമ്മളെല്ലാവരും കൂടെ പാത്രം പൊട്ടുമ്പോൾ എന്നാ ആവുക? നായികയെ കർണപടം പൊട്ടിയിട്ട് ചാവും. കർണപടം പൊട്ടിയിട്ട് കൊറോണ ചാവും. അങ്ങനെ കുറേ ഭാഗം ചത്തു ആ ഒരു പിന്നെ ഇതിനോട്, ഇങ്ങനെ പാത്രം മുട്ടലിനോട്. ഒരു 60% സാധനം അന്നേരം ചത്തിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു ധാരണ. അതിനെപ്പറ്റി കൃത്യമായ കണക്ക് പിന്നെ ഉണ്ടാവും, അത് പിന്നെ കിട്ടും നമുക്ക്. അന്നേരം ചത്തു. എനിക്ക് കുറച്ചും കൂടെ ബാക്കിയുള്ളൂ, കുറച്ചുണ്ട് എന്നാലും ഉണ്ട്, സാധനമുണ്ട്. അപ്പം അതിനെ കൊല്ലാൻ വേണ്ടി അതിൻ്റെ ഒരു വിധം സാധനം. പിന്നെ അതിൻ്റെ കണ്ണാണ്. കണ്ണ് കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ മേക്ക് വാഞ്ഞു കയറാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത്രക്കും ചെറിയ കണ്ണാണ്. കണ്ണ് എന്നൊരു പേരിനേ ഉള്ളൂ, പക്ഷെ നമ്മൾ കാണുമല്ലോ ഇനിയും കൃത്യമായിട്ട്. ആ സാധനത്തിൻ്റെ അതിന് ലൈറ്റ്, കണ്ണിന് ലൈറ്റ് അടിച്ച് അപ്പോൾ കണ്ണ് പൊട്ടി. പിന്നെ ഇല്ല കണ്ണ്. നായിയെ മനസ്സിലായി എനിക്ക്? വെറുതെ ഓരോ. അപ്പോൾ ലൈറ്റ് കത്തിച്ചിട്ട് നമ്മൾ ലൈറ്റ് കത്തിക്കുന്നതോട് കൂടി കണ്ണ് പൊട്ടിയിട്ട് ബാക്കിയുള്ളത് കുറേ അങ്ങനെയും ചാവും.
ചാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കി ഉണ്ടാവും ചിലപ്പോൾ. ഈ പറഞ്ഞില്ലേ ഞാൻ ചെവി പൊട്ടിയതെല്ലാം ചിലപ്പോൾ ഉണ്ടാവുമേ. ചെവി പൊട്ടിയതും കണ്ണ് പൊട്ടിയതും എല്ലായിട്ട് പിന്നെ ഇവന് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു വലിയൊരു ഇത് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ ഇനി അടുത്ത ചലഞ്ച് സംഭവം എന്താണെന്നറിയാം. ഇനി ഒരു 5-8 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രധാനമന്ത്രി വാളെടുത്തിട്ട് വീശാനാ പറയാ. ചെറിയ ചെറിയ കത്തി വാളെല്ലാം എടുത്തിട്ട് നമ്മൾ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വീശിയിട്ട് ഇതാക്കാനാ പറയാം. എന്നേരം നീ പറയും പിന്നെ ആയുധം എടുക്കാൻ പ്രേരിപ്പിച്ചു, മറ്റേതാക്കി, ഇത് മറ്റേനാണ്, ഇത് എന്നാണ് വർഗീയത ഉണ്ടാക്കാൻ. എടാ നായേ, അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണേന്റെ കാല് കൊത്താനാണ്. മനസ്സിലായി എനിക്ക്? കൊറോണേന്റെ കാലും കൂടെ കൊത്തിച്ചാടി ഇട്ടായില്ലേ, കൊറോണന്റെ കാല് കൊത്തി. നീ ആലോചിച്ച് നോക്ക്, നിന്റെ മേക്ക് വാങ്ങി കയറാൻ കയ്യോ അതിന്? കണ്ണുമില്ല, ചെവിയുമില്ല, കാലുമില്ല. ഒരവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിന്റെ കാല് കൊത്താൻ വേണ്ടി കാലും കൂടെ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ ചത്തു. കൊറോണ പിന്നെ ഇല്ല നായേ. കൊറോണ ചത്തിട്ട് അതിന്റെ സഞ്ചയനത്തിന്റെ അന്ന് ഞാൻ നിന്നെ വിളിക്കാം കേട്ടാ. എന്നേരം നീനും മറുപടി പറയും നായേ.